നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വേൾഡ് കപ്പിൻ്റെ തൊട്ട് മുമ്പുള്ള അവസാന ഇൻ്റർനാഷണൽ ബ്രേക്കിലാണ്. ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശത്തിൽ നിന്ന് നമ്മൾ അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് മാറിക്കഴിഞ്ഞു. വേൾഡ് കപ്പ് ക്വാളിഫയറുകളുടെ പ്ലേ ഓഫ് മത്സരങ്ങൾ ഇതാ നമ്മുടെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ഓൾറെഡി ക്വാളിഫൈ ചെയ്ത ടീമുകൾ ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നു, ബ്രസീൽ ആരോടൊക്കെ ഏറ്റുമുട്ടുന്നു, എപ്പോഴൊക്കെയാണ് കളി. ഇംഗ്ലണ്ട് ആരോടൊക്കെ ഏറ്റുമുട്ടുന്നു, എപ്പോഴൊക്കെയാണ് കളി. അർജൻറ്റീനയുടെ കളി ആരോടൊക്കെ എപ്പോഴാണ്. പോർച്ചുഗലിൻ്റെ കളി ആരോടൊക്കെ എപ്പോഴാണ്. ജർമ്മനിയുടെ കളി ആരോടൊക്കെ എപ്പോഴാണ്. സ്പെയിൻ ആരോട് മുട്ടും, ഏത് സമയത്ത്. ഫ്രാൻസ് ആരോട് മുട്ടും, ഏത് സമയത്ത്. ഇങ്ങനെ വിശദമായിട്ട് പ്രമുഖ ടീമുകളുടെ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ മത്സരങ്ങളുടെ സമയക്രമം നമ്മളൊന്ന് പരിശോധിക്കുന്നു. ബ്രസീലിൻ്റെ 2 കളികൾ 2 വമ്പൻ ടീമുകളോടാണ്. അത് US വെച്ചിട്ടാണ് നടക്കുന്നത്. ഓൾറെഡി അക്കാര്യമൊക്കെ അനൗൺസ് ചെയ്തു. ബ്രസീലിൻ്റെ ആദ്യ കളി, ഈ മാർച്ച് മാസത്തിലെ ആദ്യ കളി ഫ്രാൻസിനെതിരെയാണ്. മാർച്ച് 26-നാണ് ആ കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 27-ന് പുലർച്ചെ 1:30-നാണ് ബ്രസീലും ഫ്രാൻസും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം നടക്കുന്നത്. രണ്ടാമത്തെ മത്സരം മാർച്ച് 31-നാണ് ബ്രസീൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ 1-ന് പുലർച്ചെ 5:30-നാണ് ആ കളി നടക്കുക. അപ്പോൾ ഈ 2 സൂപ്പർ പോരാട്ടങ്ങളാണ് ബ്രസീൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ 2 മത്സരങ്ങളുണ്ട്. 2 മികച്ച ടീമുകളോട് തന്നെയാണ്. മാർച്ച് 27-ൻ്റെ രാത്രി ഇംഗ്ലണ്ട് ഉറുഗ്വായുമായിട്ട് കളിക്കും. ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 28-ന് പുലർച്ചെ 1:15-നാണ് ആ കളി. രണ്ടാമത്തെ മത്സരം മാർച്ച് 31-നാണ് അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, ഏഷ്യൻ വമ്പന്മാരായ ജപ്പാനെതിരെ. അപ്പോൾ ആ കളി ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ 1-ന് പുലർച്ചെ 12:15-നാണ്. അർജൻറ്റീനയുടെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ സംഭവിച്ചത്. ഫൈനലിസിമ നമ്മളൊക്കെ കാത്തിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് നടക്കാതെ പോയി. ഒടുവിൽ അവർ ഗോട്ടിമാലയ്ക്കെതിരെ ഒരു കളി ഷെഡ്യൂൾ ചെയ്തു, അനൗൺസ് ചെയ്തു. പക്ഷേ അത് ഫിഫ റൂള് കാരണം അതും നടക്കില്ല എന്നുറപ്പായി. അതിനുശേഷം ഇപ്പോൾ അവർ 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ കളി മൗറിത്താനിയക്കെതിരെയാണ്. ആ കളി മാർച്ച് 27-നാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ. മാർച്ച് 28-ന് പുലർച്ചെ 4:45-നാണ് അർജൻറ്റീനയും മൗറിത്താനിയയും തമ്മിൽ കളിക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ മത്സരം മാർച്ച് 31-നാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ 1-നാണ് അർജൻറ്റീനയും സാംബിയയും തമ്മിൽ. ഏപ്രിൽ 1-ന് പുലർച്ചെ 4:45-നാണ് ഏറ്റുമുട്ടി. ഇതാണ് അർജൻറ്റീനയുടെ മത്സരങ്ങളുടെ സമയക്രമമെങ്കിൽ. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പരിക്കേറ്റ് പുറത്തിരിക്കുകയാണെങ്കിൽ പോലും പോർച്ചുഗലിൻ്റെ കളിക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ആദ്യ മത്സരം അവർ കളിക്കുന്നത് മാർച്ച് 28-നാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 29-ന് പുലർച്ചെ 6:30-ന് മെക്സിക്കോക്കെതിരെ പോർച്ചുഗൽ കളിക്കും. അതിനുശേഷം മാർച്ച് 31-ന് രണ്ടാം മത്സരം ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ 1-ന് പുലർച്ചെ 4:30-ന് USA വേഴ്സസ് പോർച്ചുഗൽ പോരാട്ടം. ജർമ്മനിയുടെ 2 മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, ഒന്ന് യൂറോപ്യൻ ടീമിനോടും മറ്റൊന്ന് ആഫ്രിക്കൻ ടീമിനോടുമാണ്. മാർച്ച് 28-ന് പുലർച്ചെ 1:15-ന് ജർമ്മനി സ്വിറ്റ്സർലൻഡുമായിട്ട് മുട്ടുന്നു. മാർച്ച് 31-ന് പുലർച്ചെ 12:15-ന് ജർമ്മനി ഘാനയുമായിട്ടും കളിക്കുന്നു. ഇതാണ് ജർമ്മനിയുടെ 2 മത്സരങ്ങളെങ്കിൽ. ഫൈനലിസിമ ക്യാൻസൽ ചെയ്യപ്പെട്ട സ്പെയിന് ഒരു കളി സെർബിയക്കെതിരെ കളിക്കുന്നുണ്ട്. അത് കൺഫേംഡ് ആണ്. മാർച്ച് 28-ന് പുലർച്ചെ 1:30-നാണ് കളി. രണ്ടാമത്തെ കളി ഈജിപ്തുമായിട്ട് മാർച്ച് 31-ന് ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നു. അതിൽ ഇനിയും സമയവും മറ്റു കാര്യങ്ങളുമൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഫ്രാൻസ് ബ്രസീലിനെതിരെ ഒരു കളി കളിക്കുന്നത് കൂടാതെ മറ്റൊരു മികച്ച കളി കൂടി അവർ കളിക്കുന്നുണ്ട്. അത് മാർച്ച് 30-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 1:30-ന് കൊളംബിയയ്ക്കെതിരെ. അപ്പോൾ ഇതാണ് പ്രധാന ടീമുകളുടെ മത്സരക്രമങ്ങൾ. അതേസമയം വേൾഡ് കപ്പ് യൂറോപ്യൻ മേഖല ക്വാളിഫയർ പ്ലേ ഓഫിൻ്റെ ഷെഡ്യൂളും മറ്റ് വിശദവിവരങ്ങളും അതിലെ പാത്തിൻ്റെ പ്രത്യേകത, ആരോടൊക്കെ മുട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.